ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വലിയ നോമ്പിൻ്റെ 2-ാം ഞായർ. വീണ്ടും ഒരു നോമ്പ് കാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ എല്ലാ ചിന്തയും വാക്കും പ്രവൃത്തിയും ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായയിൽ ആയിരിക്കണമെന്ന് നോമ്പുകാലവും കുരിശും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ നോമ്പുകാലം ആത്മപരിശോധനയുടെ സമയമാകട്ടെ. നന്ദിയുടെയും ഔദാര്യത്തിൻ്റെയും കൃപ നമുക്ക് വീണ്ടും കണ്ടെത്താം. നമുക്ക് നമ്മുടെ പിതാവിനോട് അടുത്ത് ഇടപഴകാം. അല്പനേരത്തെ ദൈവവചന ധ്യാനത്തിന് ആധാരമായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാർക്ക് ചാപ്റ്റർ 1 വേഴ്സ് 40-45. അതിലെ 41-ാം വാക്യം കുറിവാക്യമായി വായിച്ചുകൊള്ളട്ടെ. യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, അടിയങ്ങൾ അല്പനേരം ദൈവസന്നിധിയിലിരിക്കുന്നു. പറയുവാൻ ബലഹീനനായ അടിയൻ്റെ നാവിനെയും കേൾക്കുവാൻ നിന്റെ ജനത്തിൻ്റെ ചെവികളെയും ഗ്രഹിക്കുവാൻ അവരുടെ മനസ്സുകളെയും ഇടയാക്കണമേ. കേൾക്കുന്ന ഓരോ ദൈവവചനവും ഞങ്ങളുടെ ജീവിതത്തെ തൊടുവാനായിട്ടും കർത്താവുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനായിട്ടും ഇടയാകണമേ. ആമേൻ. ഈ വേദഭാഗം അടിസ്ഥാനമാക്കി എടുത്തിരിക്കുന്ന ചിന്താവിഷയം കുഷ്ഠരോഗിയുടെ സൗഖ്യം അഥവാ സ്പർശനത്തിലൂടെയുള്ള സൗഖ്യം, ഹീലിംഗ് ഓഫ് മാൻ വിത്ത് ലെപ്രസി ഓർ ഹീലിംഗ് ത്രൂ ടച്ച്. ഗർഭോ എന്നത് സുറിയാനി പദമാണ്. കുഷ്ഠരോഗി എന്ന് അർത്ഥം. യേശുവിൻ്റെ ദൈവരാജ ശുശ്രൂഷ പ്രധാനമായും ഗലീല കേന്ദ്രീകരിച്ചായിരുന്നു. യെരുശലേം യഹൂദന്മാരുടെ കേന്ദ്രമായിരുന്നുവെങ്കിൽ ഗലീല പാവപ്പെട്ടവരുടെയും പുറന്തള്ളപ്പെട്ടവരുടെയും പ്രദേശമായിരുന്നു. ഗലീലയിൽ വെച്ച് നടക്കുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ വേദഭാഗം. ഈ ഭാഗം എല്ലാ വർഷവും നോമ്പിൻ്റെ 2-ാം ഞായറാഴ്ച നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു എന്നതിനാൽ ഇത് വളരെ സുപരിചിതമായ ഒരു സുവിശേഷ ഭാഗമാകുന്നു. യഹൂദ മത നേതാക്കളുടെ ചിന്തയിൽ ചില ഭക്ഷണങ്ങളും ചില പ്രദേശങ്ങളും ചില രോഗങ്ങളും മനുഷ്യരെ അശുദ്ധമാക്കുന്നു. കുഷ്ഠരോഗം അശുദ്ധമാക്കുന്ന രോഗമായി അവർ കണക്കാക്കി. അതിനാലാണ് ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്ന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിക്കുന്നത്. സൗഖ്യത്തെക്കാൾ ഉപരി ഇവിടെ കുഷ്ഠരോഗി ആവശ്യപ്പെടുന്നത് ശുദ്ധീകരണമാണ്. ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തുവാൻ ധൈര്യം കാണിച്ചു എന്നത് തന്നെ അത്ഭുതമുളവാക്കുന്ന പ്രവൃത്തിയാണ്. കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. ഈ വചനം കുഷ്ഠരോഗിക്ക് യേശുവിനെക്കുറിച്ചുള്ള അറിവും യേശുവിലുള്ള വിശ്വാസവും രൂപീകരിക്കുന്നതാണ്. ശുദ്ധീകരിക്കുക എന്ന പദമാണ് കുഷ്ഠരോഗി ഉപയോഗിക്കുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. രോഗത്തിൻ്റെ ശാരീരിക അവസ്ഥയേക്കാൾ മതപരവും സാമൂഹികവുമായ മാനത്തിനാണ് കുഷ്ഠരോഗി പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. കുഷ്ഠരോഗിയോടുള്ള കർത്താവിൻ്റെ പ്രതികരണം മർക്കോസ് സുവിശേഷകൻ 3 ക്രിയാപദങ്ങളിലൂടെ ഇവിടെ വ്യക്തമാക്കുന്നു. മനസ്സലിഞ്ഞ് കൈനീട്ടി തൊട്ടു. മനസ്സലിഞ്ഞു എന്ന പദത്തിന് ഫിൽഡ് വിത്ത് കമ്പാഷൻ എന്ന പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. കമ്പാഷൻ എന്ന പദം കം ആൻഡ് പത്തോസ് എന്ന 2 പദങ്ങൾ ചേരുന്നതാണ്. അതായത് മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ പങ്കുചേരുന്നതാണ് മനസ്സലിവ്. അത് കേവലം സഹതാപ പ്രകടനമല്ല, മറിച്ച് വേദനിക്കുന്നവൻ്റെ പാദങ്ങളിൽ നിന്നുകൊണ്ട് അവൻ്റെ വേദനയെ കാണുമ്പോൾ ഉണ്ടാകുന്ന പങ്കാളിത്ത സ്വഭാവമാണ്. സുവിശേഷങ്ങളിൽ കർത്താവിൻ്റെ മനസ്സലിവിൻ്റെ സാന്നിധ്യം വ്യക്തികളെ രൂപപ്പെടുത്തുന്നതാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് 4 ചിന്തകളാണ് ഞാനിന്ന് പങ്കിടുന്നത്. 1. അകറ്റി നിർത്തപ്പെട്ടവന് അടുപ്പമേകുന്ന ക്രിസ്തു സാന്നിധ്യം. തള്ളപ്പെടുന്നത് എന്തിനേക്കാളും അധികം വേദനാജനകമാണ്. പ്രത്യേകിച്ചും സ്വഭവനത്തിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും സഭയിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ മാറി നടന്നവനല്ല, മാറ്റി നിർത്തപ്പെട്ടവനാണ് ഈ കുഷ്ഠരോഗി. അപരത്വം കൽപ്പിച്ച് എല്ലാ വാതിലുകളും അവന് നേരെ കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ സ്വാതന്ത്ര്യമേകി ദൈവരാജ്യത്തിൻ്റെ വാതിൽ അവന് വേണ്ടി തുറന്നു കൊടുക്കുന്നവനാണ് യേശു. സമൂഹം വെറുത്ത് അകറ്റി നിർത്തിയ സഖായുടെ വീട്ടിൽ ചെന്ന് അവനും അബ്രഹാമിൻ്റെ മകനെന്നുള്ള സ്വത്വബോധം നൽകി യേശു അവനെ ചേർത്ത് നയിക്കുന്നുണ്ട്. 2. അശുദ്ധിനെ ശുദ്ധീകരിക്കുന്ന ക്രിസ്തു സാന്നിധ്യം.
ബാഹ്യമായി രോഗിയെങ്കിലും അവൻ ആന്തരികമായി യേശുവിൽ ആശ്രയം വെച്ചവനാണ്. തന്നെ സൗഖ്യമാക്കാൻ യേശുവിന് കഴിയുമെന്ന് അവൻ വിശ്വസിച്ചു. എന്നാൽ മനസ്സുണ്ടെങ്കിൽ മാത്രം സൗഖ്യപ്പെടുത്തിയാൽ മതിയെന്ന് പറയുന്നതിലൂടെ നിർബന്ധ ബുദ്ധിയേക്കാൾ ദൈവപദ്ധതിക്ക് അവൻ തന്നെ വിധേയപ്പെടുത്തി. തനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞു യേശു അവനെ ആന്തരികമായും ബാഹ്യമായും ശുദ്ധീകരിച്ചു. നമ്മുടെ ശുദ്ധീകരണമാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് 1 തെസ്സലോനിക്കർ 4:3 രേഖപ്പെടുത്തിയിരിക്കുന്നു. ശുദ്ധീകരണം പ്രാപിച്ചവർ മറ്റുള്ളവരെയും ശുദ്ധീകരിക്കാൻ കഴിയുന്ന പ്രവർത്തികളിൽ ഏർപ്പെടണം. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സ്പർശനം നൽകണം. 3. ദൗത്യ നിർവഹണത്തിന് ശക്തീകരിക്കുന്ന ക്രിസ്തു സാന്നിധ്യം. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ കാരുണ്യത്തിൻ്റെ ശക്തി അവൻ്റെ വിശ്വാസത്തെ ഒരു ദൗത്യ നിർവഹണത്തിലേക്ക് ആനയിച്ചു. അപരത്വം കൽപ്പിച്ച് അകറ്റി നിർത്തിയവനെ ദൈവരാജ്യത്തിൽ ഒരുവനാക്കിയതാൽ ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടും ക്രിസ്തു എന്ന വർത്തമാനത്തെ അവർ സകലരോടും പ്രഘോഷിച്ചു. 4. തള്ളപ്പെട്ടവരെ മുഖ്യധാരയിൽ എത്തിക്കുന്ന യേശു. കുഷ്ഠരോഗികൾ സമൂഹത്തിൽ നിന്നും പൂർണ്ണമായി പിന്തള്ളപ്പെട്ടവരായിരുന്നു. ഇപ്രകാരമുള്ള കാഠിന്യം മനസ്സിലാക്കിയ യേശു അവന് സൗഖ്യം നൽകി സമൂഹത്തിൻ്റെ ഭാഗമാക്കി തീർക്കുന്നു. അതിനാലാണ് അവനെ പുരോഹിതൻ്റെ അരികിലേക്ക് അയക്കുന്നത്. ഇത് അവനിൽ സമഗ്രമായ വ്യത്യാസമാണ് കാണാൻ സാധിക്കുന്നത്. ലഭ്യമായ സൗഖ്യം ഉറക്കെ പ്രഖ്യാപിക്കുവാൻ അവൻ പ്രേരിതനാകുന്നു. തള്ളപ്പെട്ടവർ സൗഖ്യത്തിൻ്റെയും പുതിയ ജീവിതത്തിൻ്റെയും സാക്ഷിയാക്കുന്ന സ്വഭാവം ഏറ്റവും ഹൃദ്യവും ആകർഷണവുമാണ്. ഇന്നും ഈ അനുഭവം വിശ്വസിക്കുന്നവർക്കും ആശ്രയിക്കുന്നവർക്കും പ്രഖ്യാപനമാണ്. കുഷ്ഠരോഗിയെ യേശു പറഞ്ഞയക്കുന്നത് പോയി പുരോഹിതന് തന്നെ കാണിച്ച് ശുദ്ധീകരണത്തിനായി മേശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്കുക എന്ന നിർദ്ദേശത്തോടെയാണ്. യേശുവിന് ആ മനുഷ്യനോടുള്ള മനസ്സലിവും കരുതലുമാണ് ഈ വാചകത്തിലൂടെ വെളിപ്പെടുന്നത്. യേശുവിൻ്റെ മനസ്സലിവ് ഇവിടെ പ്രകടമാകുന്നു. യേശു ക്രിസ്തുവിനെ സമീപിക്കുന്നതിലൂടെ നമ്മിലെ ദൈവസ്വരൂപവും മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയും വീണ്ടെടുക്കുവാനാകണം. മാത്രമല്ല, സമൂഹം ഭ്രഷ്ട് കൽപ്പിക്കുന്നവരെ സമൂഹത്തിൻ്റെ ഭാഗമാക്കുവാനുള്ള പ്രവർത്തനത്തിൽ കർത്താവിനോടൊപ്പം നമുക്കും പങ്കുചേരാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.